മൂന്ന് പേരെ അറിയാവുന്ന മൂന്ന് പേരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയ അവർ വിളിച്ച് രണ്ടുപേരെ പറഞ്ഞു മഹാത്മാഗാന്ധി, സ്വാമി വിവേകാനന്ദൻ, ഡോക്ടർ രാധാകൃഷ്ണൻ. ഇവർ രണ്ടുപേരും പേര് പല പല വിഷയങ്ങളിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും. ആ ക്ലാസ്സുകളിലൂടെ നിങ്ങൾ വ്യക്തിത്വ വികസനം ഉണ്ടാകും. പല പല വിഷയങ്ങളാണ്. അതിനകത്ത് ഇപ്പം 2 മണിക്കൂറായി ഏതാ നമ്മുടെ സ്പെസിഫിക് ഓറിയന്റേഷൻ നടന്നുകൊണ്ടിരിക്കട്ടെ. ഈ 2 മണിക്കൂർ നിങ്ങൾക്ക് ആയി. അപ്പം ഇനി ബാക്കി എത്ര മണിക്കൂറുകളേ ഉള്ളൂ? ഓറിയന്റേഷൻ 18 മണിക്കൂറുകൂടെ മതി. എന്താ ഓറിയന്റേഷൻ പറഞ്ഞാൽ പല കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്കിവിടെ ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കുക. അതാണ് 20 മണിക്കൂർ കഴിക്കണം. അത് ഏതൊക്കെ വിഷയമാണ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അടുത്താണ് കമ്മ്യൂണിറ്റി വർക്ക്. അതുകൊണ്ട് എന്താ മനസ്സിലാക്കിയത്? നമ്മൾ ഈ സ്കൂളിലെ ക്യാമ്പസിൽ എഴുതാൻ പോലെ സമൂഹത്തിൽ ഇറങ്ങി നമ്മൾ പ്രവർത്തിക്കണം. അങ്ങനെ കമ്മ്യൂണിറ്റി സമൂഹത്തിൽ ഇറങ്ങി വർക്ക് ചെയ്യുന്ന എത്ര മണിക്കൂറാണ്? 70 മണിക്കൂർ നിങ്ങൾ സ്കൂളിന് വേണ്ടി പോയി വർക്ക് ചെയ്യണം. 70 മണിക്കൂർ. അടുത്താണ് നമ്മുടെ ക്യാമ്പസ് വർക്കാണ്. നിങ്ങൾ ക്യാമ്പസിൽ 30 മണിക്കൂർ വർക്ക് ചെയ്യണം. നമ്മുടെ സ്കൂൾ കോമ്പൗണ്ടിൽ 30 മണിക്കൂർ വർക്ക് ചെയ്യണം. ഇത് ഏതൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കമ്മ്യൂണിറ്റി ആക്ടിവിറ്റിയാണ്. സമൂഹത്തിൽ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നതാണ് അതൊക്കെ വെച്ചതായിട്ട് പോകും. മാലിന്യ മുക്തമാക്കാൻ സാറിനോട് ചോദിച്ചാൽ നിങ്ങളുടെ സീനിയേഴ്സ് സെക്കൻഡ് ഇയർ ഇവിടെ ചെയ്തതാണ്. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് അല്ലെ സാറേ പരിസരമൊക്കെ വൃത്തിയാക്കി ഏറ്റവും നമ്മൾ വേണ്ടി ഈ സമയത്ത് കൊടുക്കുകയാണ്. മഴവെള്ളം നിങ്ങളുടെ വീട്ടിൽ വന്ന് കെട്ടിരിക്കാതെ നോക്കുക. അതിപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. NSS വോളണ്ടിയർ രീതി എവിടെയെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ കെട്ടിപ്പുറത്തുണ്ട് അതൊക്കെ കളയണം. അത് നമ്മൾ പൊതുവായി ചെയ്യുന്നത് എന്താണ്? ഓളമൊക്കെ ഗുഡ്നൈറ്റൊക്കെ കത്തിച്ച് വെച്ചിട്ട് സുഖമായിട്ട് കിടക്കണം. അത് നല്ലതാണോ? രണ്ടാമത് കൽപ്പകം അത് ചെയ്ത സാറേ കൽപ്പവൃക്ഷം അറിയാമല്ലേ? തെങ്ങാണ്. തെങ്ങിന് എന്താണ് കൽപ്പവൃക്ഷം എന്ന് പറയാൻ കാരണം തെങ്ങിന്റെ എല്ലാ ഭാഗവും ഉപയോഗിക്കണം. ഇലയും കാട്ടും കായും എല്ലാം ഉപയോഗിക്കണം. 4 മണിക്കാണ് സമയം. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. അതായത് നമ്മൾ ലഹരിയൊക്കെ നമ്മൾ ഒഴിവാക്കുക. ജീവിതത്തെ ലഹരിയാക്കി മാറ്റുക. സന്നദ്ധമാണ് കേട്ടോ. ദുരന്ത നിവാരണത്തിലോ വെള്ളപ്പൊക്കോ ഭൂമി ദുരിതോ അല്ലെങ്കിൽ ഒരാൾ കിടത്തിപ്പോ അങ്ങനെ പുഴയൊക്കെ നമ്മളത് രക്ഷിക്കാനായിട്ടുള്ള മാർഗം ചെയ്യണം. അതിനുള്ള അത് നമ്മൾ കണ്ടെത്തണം. സാറ് പറഞ്ഞതുപോലെ നാളെ ഒരാൾ വെള്ളത്തിൽ ആയിരിക്കരുത്. വെള്ളം നമ്മൾ അണയ്ക്കാൻ പറ്റും. നമ്മൾ ആദ്യം പഠിക്കണം. അതാണ് ഇതിലൂടെ ചെയ്യുന്നത്. അത് പഠിച്ചിട്ട് നിങ്ങളെ ചെയ്യാവുന്ന കാര്യം ചെയ്യണം. 5-ാമത്തേക്ക് പോകും. ടീം ഫോർ ടീം ആണ് കേട്ടോ. നമ്മുടെ ഹരിതകർമ്മ സേനക്കാരില്ലേ അവരുടെ കൂടെ നിങ്ങൾ പോകണം. 10 ദിവസം അവരുടെ കൂടെ പോയി വീടുകളിൽ പോയിട്ടെല്ലാം ശേഖരിക്കണം. ആ അഡ്രസ് എല്ലാം കളക്ട് ചെയ്ത് വെക്കണം. അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ ഓരോരുത്തരോട് ചോദിക്കും ഏതൊക്കെ വീട്ടിൽ നിങ്ങൾ പോയി അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എനിക്ക് പറയണം. അതാണ് ഈ പിന്നെ വർണ്ണോത്സവമാണ്. നിങ്ങളുടെ അടുത്തുള്ള അംഗൻവാടി എത്തിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും സമൂഹത്തിൽ നിഷ്ഠാതരായിട്ടുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെ അവരെ ഇടയ്ക്ക് സന്തോഷിപ്പിക്കുക. അത് പൈസ കൊടുക്കണമെന്നില്ല. നിങ്ങൾക്ക് വീട്ടിൽ ക്രാഫ്റ്റ് ചെയ്യുന്നവരെന്ന് പറഞ്ഞു കളിപ്പാട്ടുണ്ടാക്കുക. അവരുടെ കൂടെ പാടി അവരെ രക്ഷിക്കുക. അവരെ സന്തോഷവാന്മാരാക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇതിലേക്ക് പോകും. അവരെ നിങ്ങൾ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക. അവർക്ക് ജീവിതമാർഗം കണ്ടെത്തുക. അതിന് പല മാർഗമുണ്ട്. ഓൺലൈനായിട്ടോ ആഭരണം നിർമ്മാണം. അപ്പോൾ എനിക്ക് ടീച്ചറുള്ളൂ. നാളെ അവരെ ആഭരണം നൽകാനായിട്ട് NSS പഠിപ്പിക്കുക. അവരത് വീടുകളിൽ ചെന്ന് വെറുതെ അമ്മമാരില്ലേ അവരെ പഠിപ്പിക്കുക. വരുമാനം മാർഗവും 9 കഴിഞ്ഞാൽ 10 നമ്മുടെ ആരോഗ്യ ക്യാമ്പുകളാണ്. അത് നമ്മളോട് ചെയ്യാൻ പോകുന്നതാണ്. ഇനി അടുത്താണ് ക്യാമ്പസ് വർക്കാണ്. ഏതൊക്കെയാണ് ചോദിച്ചു നിങ്ങൾ ചെയ്യുന്നില്ലേ സാറേ? 2 വോളണ്ടിയർമാർ കൂടിയിട്ട് ഓരോ ദിവസം ഓരോ ആളും നിങ്ങളുടെ നോട്ടീസ് ബോർഡിൽ A4 സൈസ് പേപ്പർ എഴുതി വെക്കണം. അവസാനം അത് വേറെ ആളെ ഡ്യൂട്ടി കൊടുക്കുക. അയാളത് കളക്ട് ചെയ്ത് വെക്കണം. അവസാനം സംവിധാനം അറിയാലോ. നിങ്ങളുടെ സ്കൂൾ ക്യാമ്പൗണ്ട് വൃത്തിയാക്കുക, കൃഷി ചെയ്യുക. ഒരു 50 പച്ചക്കറി നടണം. ഓരോ വോളണ്ടിയർമാരും ഓരോ കൈ ഉണ്ടാക്കി വെക്കണം. മൂന്നാമത്തേത് ഗാന്ധി ദർശനം. ഗാന്ധിയുടെ ആശയങ്ങളിൽ അവർ പറഞ്ഞതൊക്കെ നമ്മുടെ സ്കൂൾ തലത്തിൽ നമ്മൾ നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുക. 4ാമത്തേത് സുഹൃത്താണ്. നമ്മുടെ പ്രായമായവരെയൊക്കെ വയോജനങ്ങളൊക്കെ നമ്മുടെ വിദ്യാലയത്തിലേക്ക് വിളിക്കുക. ഇവിടെ തന്നെ പഠിച്ചുപോയ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അവിടെ ഇങ്ങോട്ട് കൊണ്ടുവരുവാണെങ്കിൽ അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നല്ല ക്വാളിറ്റീസ് നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റും. 5ാമത്തേത്
എളിമയാണ്. നമ്മുടെ പഠനത്തിലൊക്കെ പിന്നോക്കം നോക്കിയാൽ നമ്മുടെ ക്ലാസ്സിലെ അവരെയൊക്കെ നമ്മുടെ പഠനത്തിലൊക്കെ സഹായിച്ച് നമ്മുടെ വിദ്യാലയത്തിന്റെ അന്തരീക്ഷമൊക്കെ മാറ്റി കൂടുതൽ പഠനത്തിലേക്ക് വന്ന് പഠന മികവ് പുലർത്താനായിട്ട് നമുക്ക് പറഞ്ഞാൽ തെളിവാണ് പറഞ്ഞാൽ. പിന്നെ കൃഷിത്തോട്ടം അതേപോലെ 50 കടകളിൽ നിന്ന് 10 വർഷത്തേക്കാണ്. ഇതൊക്കെ ഒരുപാട് പറയാനുള്ളതാണ്. അതിനെക്കുറിച്ച് ഓക്കെ എൻ്റെ സംരംഭം നിങ്ങൾക്ക് അതിനെ പണം സ്വരൂപിക്കാവുന്ന രീതിയിലുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം.